കുടിക്കാൻ പോലുമില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്താണ് ഒരു മഴ പെയ്ത് ആ വെള്ളം കൈ കാട്ടി കുടിച്ചിട്ടാണ് ഞങ്ങൾ വെള്ളം കായ്ച്ചത്. രാത്രി ഇറങ്ങി തലേദിവസം രാത്രി വരെ മൈതാനിയിലും കടലുവക്കത്തും ഒളിച്ചിരുന്നു പോലീസിനെ ഭയന്നുകൊണ്ട്. ചന്ദ്രില്ല അവിടെ വരികയും രാത്രി വരികയും സംസം ഹോട്ടലിൽ എത്തുകയും അവിടെ നിന്നാണ് എല്ലാവരും അറിയുകയും വന്നത്. ഞാനിവിടെ വരുമ്പോൾ റമദാൻ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീട്ടുകളിലും ആണ് നോമ്പുറക്കുക. അന്നത്തെ പരിസ്ഥിതി അങ്ങനെയായിരുന്നു. കാരണം ഒരു ചാരിറ്റി ആയിട്ടൊന്നും ഇവിടെ നോമ്പ് തുറന്നിരുന്നില്ല. എല്ലാ പാവങ്ങളും അമീറും അവരാരുടെ വീട്ടിൽ നോമ്പുറക്കുക. പരസ്യമായി ഇന്നത്തെ മാതിരി ജമിയത്തുൽ ഖൈറിയുടെ മാതിരി ടെന്റ് കെട്ടി ഭക്ഷണം കൊടുക്കുകയും നോമ്പുറപ്പിക്കലും അതേമാതിരി സംഘടനകളൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്ന് എല്ലാ ജനങ്ങളും നോമ്പുറ അവരാരുടെ വീട്ടിലായിരുന്നു. ഇന്നതല്ല. ഇന്നത്തെ കാലത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടതിൻ്റെ പേരിൽ എല്ലാ സംഘടനയിലും ഓരോ ഹോട്ടലായിട്ടും ഓരോ പല സ്ഥലങ്ങളും സ്റ്റേഡിയമായിട്ടും അത് ജമിയത്തുൽ ഖൈറിയുടെയും എല്ലാ സംഘടനയുടെയും ടെന്റ് കെട്ടി പൊതുജനങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങൾ ഇന്ന് എത്തിച്ചു കൊടുക്കുന്നു. കാരണം ഇന്ന് അങ്ങനെയായി. അൽഹംദുലില്ലാഹ് കഴിവുകളായി. അന്നത്തെ കാലത്ത് ഉള്ള എന്നെപ്പോലും ജനങ്ങളെപ്പോലുള്ള കഴിവുള്ള ജനങ്ങൾ കുറവായിരുന്നു. അപ്പോൾ അവനാൻ്റെ വീട്ടിലായിരുന്നു നോമ്പറ. ഇന്നതല്ല. ഇന്നെല്ലാം നോമ്പറ വീട്ടിലല്ല. എല്ലാ ജനങ്ങളും പുറത്തു പോയി എത്രയോ ടെൻറ്റുകൾ കിട്ടുന്നു ഖത്തർ. എവിടെ നോക്കിയാലും റോട്ടിലായാലും എവിടെയായാലും ഭക്ഷണം കൊടുക്കുന്നു. നോമ്പ് നടക്കുന്ന സമയങ്ങൾ കിറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഖത്തറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ ടെൻറ്റ് കെട്ടി ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും നോമ്പ് തുറക്കാൻ വിളിക്കുകയാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരാരുമില്ല. ആ തെറ്റിൽ നിന്ന് വിരമിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ആ നല്ല മനസ്സാക്ഷിക്ക് അനുഭവം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. KM ഡിവിഷൻ്റെ കീഴിലുള്ള സൗദി ഹൈപ്പർ മാർക്കറ്റിൻ്റെയും ഖത്തർ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെയും ദുബായ് സെൻറ്ററിൻ്റെയും അൽ മജ്ലിസ് ബേക്കറിയുടെയും മറ്റ് ഇതര സ്ഥാപനങ്ങളുടെയും മാനേജ്മെൻറ്റ് സ്റ്റാഫും ഞാനും ലോക ജനതയ്ക്ക് റമദാൻ ആശംസകൾ നേരുന്നു. സ്പോക്കൺ അറബി ഗുരുനാഥൻ ഗൾഫിൽ ജോലി തേടുന്നവർക്ക് അധ്യാപകന്റെ സഹായം കൂടാതെ അറബി സംസാരിച്ച് പഠിക്കുവാൻ ഖത്തറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ അറബിക് ഡിപ്പാർട്ട്മെന്റ് മുൻ മേധാവിയും സ്പോക്കൺ അറബിക് പരിശീലന രംഗത്ത് ശ്രദ്ധേയനുമായ അമാനുള്ള വടക്കാങ്ങരയുടെ പുസ്തകം സ്പോക്കൺ അറബി ഗുരുനാഥൻ എല്ലാ പ്രമുഖ ബുക്ക് സ്റ്റാളുകളിലും ലഭിക്കുന്നു. ഖത്തറിലെ മൊത്ത വിതരണക്കാർ ഹറമൈൻ ലൈബ്രറി, ദോഹ പെട്രോൾ സ്റ്റേഷന് സമീപം. ആരോഗ്യകാര്യം വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം. ആതുര സേവനത്തിൽ വർഷങ്ങളായി അറബ് ലോകത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റിയ കുവൈറ്റിലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററും ഖത്തറിലെ നസീം അൽ റഹീബ് മെഡിക്കൽ സെന്ററും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു. നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്ന എന്റെ പ്രവാസി സഹോദരങ്ങൾക്കായി ഏറ്റവും നല്ലത് തന്നെ നൽകണം. അതാണ് എന്റെ ലക്ഷ്യം. ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ കുവൈറ്റ്, നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ ഖത്താർ. Plasma cluster technology plus moisturizing will deactivate accurately up to 99.9%, cleans dust instantly, deactivates viruses and bacteria, removes all odors. Sharp Air Purifier Kirion Delix Travels, Doha, Qatar provides worldwide airline reservations, corporate and holiday packages, excellent services for 2 decades from the best travel partner. Come to Delix, embrace your dream destination. റമദാനെ സ്വീകരിക്കാനുള്ള തിരക്കിലാണ് ഏവരും. റമദാൻ ഒരുക്കങ്ങൾ എല്ലായിടത്തും തകൃതിയായി നടക്കുന്നു. റമദാൻ ഒരുക്കങ്ങളുടെ ഒരു യാത്ര. മനസ്സും ശരീരവും ചൈതന്യവത്തായ ഒരു ശക്തിയാർജിക്കുന്ന പുണ്യമാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിശ്വാസി സമൂഹം ഒന്നാകെ. റമദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഖത്തറിൽ ഒരുക്കങ്ങൾ സജീവമായിരുന്നു. ഫിഷ് വെജിറ്റബിൾ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ആളുകൾ ഒഴുകിയെത്തി. ഈത്തപ്പഴവും പാനീയങ്ങളും പാലുൽപ്പന്നങ്ങളുമൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിയുന്ന ദിവസങ്ങളാണ് റമദാൻ മാസം. തറാവി നമസ്കാരത്തിന് ശേഷമാണ് പലയിടത്തും നല്ല തിരക്ക് അനുഭവപ്പെടുന്നത്. റമദാന്റെ ഭാഗമായി വിശിഷ്ട വിഭവങ്ങളുടെ നീണ്ട നിര തന്നെ പല ഹോട്ടലുകളിലും ഒരുക്കിയിട്ടുണ്ട്. അറബിക് ട്രഡീഷണൽ വിഭവങ്ങളും സമോസയുമൊക്കെയാണ് കൂടുതലും വിറ്റഴിയുന്നത്. കീമ സമോസ, ചിക്കൻ സമോസ, ചീസ് സമോസ, കട്ട്ലറ്റ് തുടങ്ങിയവ കഴിക്കാൻ നൂറുകണക്കിന് പേരാണ് ദോഹ അറബ് റൗണ്ട് അബൌട്ടിനടുത്ത് പ്രവർത്തിക്കുന്ന ചെറു കടകളിലെത്തുന്നത്. വിവിധ സംഘടനകളുടെയും ഗവൺമെന്റ് വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും ഇഫ്താർ സംഗമങ്ങളും സജീവമായി. നോമ്പ് തുറക്കാനായി ആയിരങ്ങളാണ് ഓരോ കേന്ദ്രത്തിലും എത്തുന്നത്. ഷെയ്ഖ് സാനി ബിൻ അബ്ദുള്ള ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് എല്ലാ രാജ്യക്കാർക്കുമായി ഇഫ്താർ പാർട്ടീസ് നടത്തുന്നുണ്ട്.
നന്മയുടെ തെളിനീര് പകരുന്ന പുണ്യമാസം പരമകാരുണികനെ അടുത്തറിയാനുള്ള ശ്രേഷ്ഠ ദിവസങ്ങളാണ്. അതിനായി തീവ്രമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും കടന്നു പോവുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം. പരിശുദ്ധ റമളാൻ മാസത്തിൽ അനുഗ്രഹീതമായി നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ സുവർണമായ സന്ദർഭം റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള അവസരമാവണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാഫിൽ നമ്മെ പഠിപ്പിക്കുന്നു, ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീൻ ഗൈറ ബഈദ്, നമ്മളുടെ സാമീപ്യമായിക്കൊണ്ട് വളരെ അടുത്തായിക്കൊണ്ട് ആ സ്വർഗത്തിനെ അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ, അത് പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാണ്? അത് സിറാജുൽ ഇസ്ലാം പ്രസംഗിച്ച് നിർത്തിയ ആ ഭാഗത്തിന്റെ തുടക്കം എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, അവ്വാഹുൻ ഹഫീൽ, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക, പടച്ച തമ്പുരാനിലേക്ക് അവന്റെ പാപത്തിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയായതുപോലെ പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ ഇഷ്ടപ്പെടാതെ, നമ്മുടെ മുന്നൊരുക്കമില്ലാതെ നമ്മൾ എടുത്തറിയപ്പെടും. അങ്ങനെ എടുത്തറിയപ്പെട്ട് പരിശുദ്ധ റമളാനിലായി കഴിഞ്ഞാൽ ചുറ്റുപാടും നോമ്പ് നിൽക്കുന്നത് കൊണ്ട് നമ്മളും പട്ടിണി കിടക്കും. ചുറ്റുപാടുള്ളവർ നോമ്പുതുറ സദ്യകൾ ഒരുക്കുന്നത് പോലെ നമ്മളും നോമ്പുതുറ സദ്യകൾ ഒരുക്കുകയും സദ്യകളിൽ പങ്കുചേരുകയും ചെയ്യും. ആത്മീയമായ യാതൊരു പ്രാധാന്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റമദാനിന് ഉണ്ടാവുകയില്ല. ഈ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യം: ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേരെന്ത്? ഉത്തരങ്ങൾ അയക്കേണ്ട വിലാസം: ഫാക്സ് നമ്പർ 44329426, ഇമെയിൽ ahlanramadan@gmail.com. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ മസലാം.